നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വെറുമൊരു അറിവ് പങ്കുവയ്ക്കൽ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ തലവര തന്നെ തിരുത്തി എഴുതാൻ പോകുന്ന അതിഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മളിൽ പലരും വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. എത്ര അധ്വാനിച്ചിട്ടും പച്ച പിടിക്കാത്തവരാണ്. കൈ നിറയെ പണം വരുമെങ്കിലും അത് നിൽക്കാതെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയവരാണ്. അങ്ങനെ നീളുന്നു നമ്മുടെ സങ്കടങ്ങൾ. എനിക്കെന്താ ഈശ്വര ഇങ്ങനെ? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ലല്ലോ, പിന്നെന്താ എനിക്ക് മാത്രം രക്ഷയില്ലാത്തത്? ഇങ്ങനെ ചിന്തിച്ച് കരയുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ വലിയ വലിയ കോടീശ്വരന്മാര് അവർ എങ്ങനെയാണ് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് വന്നത്? അവരുടെ വീടുകളിൽ എന്താണ് പ്രത്യേകതയുള്ളത്? ഇവിടെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ ചില അതിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. പലരും ഇത് പുറത്തു പറയാറില്ല. തങ്ങളുടെ ഐശ്വര്യത്തിന്റെ രഹസ്യം മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികവും. എന്നാൽ ഇന്ന് ഒരുപാട് പാവപ്പെട്ടവരെ കടങ്ങളിൽ നിന്നും കരകയറ്റി കോടീശ്വരന്മാരാക്കിയ, ഇന്നും വലിയ വലിയ പണക്കാർ തങ്ങളുടെ വീടുകളിൽ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന 7 വാസ്തു അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു സത്യമാണ്, ഏറ്റവും അച്ചിട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങളിൽ വെറും ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി പണവും ഐശ്വര്യവും നിങ്ങളെ തേടി വരും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാൻ. ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അല്പം അത്ഭുതം തോന്നിയേക്കാവുന്ന ഒന്നാണ്. പക്ഷെ ഇതിന്റെ ഫലമെന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. നിങ്ങളുടെ ബെഡ്റൂം, അതായത് ഗൃഹനാഥനും ഗൃഹനാഥയും അല്ലെങ്കിൽ ദമ്പതികൾ കിടന്നുറങ്ങുന്ന ആ ഒരു മുറിയിൽ വെക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു മൂങ്ങയുടെ രൂപം, ലോഹത്തിൽ തീർത്ത ഒരു ചെറിയ മൂങ്ങയുടെ വിഗ്രഹം. ഇത് നിങ്ങൾക്ക് കടകളിൽ നിന്നും ഓൺലൈനായിട്ടുമൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. ഇതിന്റെ വിലയിലല്ല, ഇതിന്റെ സ്ഥാനമാണ് പ്രധാനം. ഇത് എവിടെയാണ് വയ്ക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ രാവിലെ ഉറക്കമെഴുന്നേറ്റ് ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് ആദ്യം ഉടക്കുന്നത് എവിടെയാണോ അവിടെ വേണം ഇത് വയ്ക്കാനായിട്ട്. അതായത് ബെഡ്റൂമിന് അകത്തല്ല ഇത് വയ്ക്കേണ്ടത്. ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന സമയത്ത് കാണത്തക്ക രീതിയിൽ വാതിലിന് നേരെ എതിർവശത്തോ അല്ലെങ്കിൽ ഹാളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇത് വയ്ക്കണം. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ മൂങ്ങയുടെ രൂപമായിരിക്കണം. എന്തിനാണ് മൂങ്ങ എന്ന് പലരും ചിന്തിച്ചേക്കാം. നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂങ്ങ. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണിത്. അതുകൊണ്ട് തന്നെ മൂങ്ങയെ കണി കാണുക എന്ന് പറയുന്നത് അതീവ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ലോകത്തുള്ള മറ്റു പല ജ്യോതിശാസ്ത്രങ്ങളിലും മൂങ്ങയെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് കോടീശ്വരന്മാരുടെ വീടുകളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അവർ ഇത് രഹസ്യമായിട്ട് വയ്ക്കും. ആരും ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും വയ്ക്കുന്നത്. പക്ഷെ അവർ എന്നും രാവിലെ കാണുന്നത് ഇതായിരിക്കും. ഇത് വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഓരോന്നോരോന്നായി അലിഞ്ഞില്ലാതാകുന്നതാണ്. ഏത് ദിശയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് വയ്ക്കാവുന്നതാണ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രധാനം ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇത് കാണണം എന്ന് മാത്രമാണ്. ഇത് ചെയ്തു നോക്കൂ, മാറ്റം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതീവ പവിത്രമായിട്ടുള്ള ഒന്നാണ്, കാമധേനു. ഒരു പശുവും അതിൻ്റെ അകിടിൽ പാല് കുടിക്കാൻ വെമ്പുന്ന ഒരു പശുക്കിടാവും നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള രൂപം, അത് വെറുമൊരു രൂപമല്ല, സാക്ഷാൽ 33 ദേവതകളുടെയും സാന്നിധ്യമുള്ള ഗോമാതാവാണ്. ഏത് വീട്ടിലാണോ കാമധേനുവിന്റെ വിഗ്രഹം പൂജാമുറിയിലോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നിടത്തോ വച്ചിട്ടുള്ളത്, ആ വീട്ടിൽ അന്നം മുട്ടില്ല എന്നാണ് പ്രമാണം. ആ വീട്ടിൽ പട്ടിണി എന്ന വാക്ക് കേൾക്കേണ്ടി വരില്ല. ഈശ്വരന്റെ ചൈതന്യം എപ്പോഴും ആ വീടിനെ വലയം ചെയ്തുകൊണ്ടിരിക്കും. ഇതും ലോഹത്തിൽ തീർത്തത് വാങ്ങാൻ ശ്രമിക്കുക.
പിത്തളയിലോ വെങ്കലത്തിലോ ഒക്കെ ഉള്ളത് കിട്ടും. ഇത് വാങ്ങി പൂജാമുറിയിൽ വയ്ക്കുക. കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനും സമൃദ്ധിക്കും കാമധേനുവിനെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വച്ചിട്ടുള്ള വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാധിക്കുന്നവരെ തീർച്ചയായിട്ടും ഒരു കാമധേനു വിഗ്രഹം വീട്ടിൽ വാങ്ങി വയ്ക്കുക. പശുവും കിടാവും തമ്മിലുള്ള സ്നേഹം പോലെ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹം വളരാനും കലഹങ്ങൾ ഒഴിയാനും ഈ വിഗ്രഹം പൂജാമുറിയിൽ ഇരിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന കണ്ണേറുകളെയും ദൃഷ്ടിദോഷങ്ങളെയും മാറ്റാൻ വേണ്ടിയുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരുടെ കണ്ണുകൾ മതി നമ്മുടെയൊക്കെ തകർച്ചയ്ക്ക്. അത്തരം നെഗറ്റീവ് എനർജികളെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ തടയാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ് സൂര്യമുഖം തൂക്കുക എന്നത്. ലോഹത്തിൽ തീർത്ത സൂര്യഭഗവാന്റെ മുഖമുള്ള ഈ രൂപം വീടിന്റെ മുൻവശത്ത് തൂക്കണം. ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങി നേരിട്ട് കൊണ്ടു തൂക്കുന്നതിനേക്കാൾ ഫലം കിട്ടുക അത് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങുമ്പോഴാണ്. ഒന്നുകിൽ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുക. ഭഗവതി ക്ഷേത്രമാണ് കൂടുതൽ ഉത്തമം എന്ന് പറയാറുണ്ട്. ഇത് വീടിന്റെ പ്രധാന വാതിലിന് മുകളിലായിട്ട് വീടിന്റെ മുൻവശത്ത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ, അതായത് ഈശാന കോണിലേക്ക് നോക്കിയോ നിൽക്കുന്ന രീതിയിൽ തൂക്കിയിടുക. രാവിലെ കിഴക്ക് നിന്ന് ഉദിച്ചുയരുന്ന സൂര്യന്റെ രശ്മികള് ഈ സൂര്യന്റെ മുഖത്ത് വന്ന് തട്ടിത്തിളങ്ങുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരും. ആ വീട്ടിലേക്ക് വരാൻ നിൽക്കുന്ന ദോഷങ്ങളെ, പ്രാക്കുകളെ, കണ്ണേറുകളെ ഈ സൂര്യമുഖം തട്ടിത്തെറിപ്പിക്കും എന്നുള്ളതാണ്. അത് വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ആ വീട്ടിൽ ഐശ്വര്യം മാത്രം നിലനിൽക്കും. കാലപ്പഴക്കം കൊണ്ട് അതിന് ക്ലാവ് പിടിക്കുകയോ നിറം മങ്ങുകയോ ചെയ്താൽ അത് മാറ്റി പുതിയത് വയ്ക്കാൻ മടിക്കരുത്. സൂര്യന്റെ തേജസ് വീടിന് മുന്നിലുള്ളപ്പോൾ അന്ധകാരം അവിടേക്ക് കടക്കില്ല എന്ന് പറയുന്നത് പോലെ ദാരിദ്ര്യം ആ വീട്ടിലേക്ക് വരില്ല. ഇനി അടുത്ത കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു ആമയുടെ രൂപം അത് വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. വാസ്തുശാസ്ത്രത്തില് ആമയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. മഹാവിഷ്ണുവിന്റെ കൂർമാവതാരമാണ് ആമ. പാൽക്കടൽ കടഞ്ഞപ്പോൾ പർവ്വതത്തെ താങ്ങി നിർത്തിയത് ഈ കൂർമ്മമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഭാരങ്ങളെ താങ്ങി നിർത്താനും സമ്പത്തിനെ സ്ഥിരമായിട്ട് നിലനിർത്താനും ആമ സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു താലത്തില് അല്ലെങ്കിൽ ഒരു പ്ലേറ്റില് വെള്ളം നിറച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആമയോ അല്ലെങ്കിൽ താലത്തോടു കൂടി ഘടിപ്പിച്ച ആമയോ ആണ് വാങ്ങിക്കേണ്ടത്. ഇത് വയ്ക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം നിങ്ങളുടെ ബെഡ്റൂമാണ്. പ്രത്യേകിച്ച് വീടിന്റെ വടക്ക് ഭാഗത്തുള്ള ബെഡ്റൂം അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തുള്ള ബെഡ്റൂം. ഇത് വയ്ക്കുന്ന സമയത്ത് ആമയുടെ തല എങ്ങോട്ടിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ആമയുടെ തല എപ്പോഴും വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ നോക്കിയിരിക്കണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, വടക്ക് എന്നത് കുബേരന്റെ ദിക്കാണ്. ആമയുടെ തല വടക്കോട്ടിരുന്നാൽ സമ്പത്ത് കുതിച്ചുയരും എന്നാണ് വിശ്വാസം. കടങ്ങൾ കൊണ്ട് വലയുന്നവര്, എത്ര പണം വന്നിട്ടും കയ്യിൽ നിൽക്കാത്തവര് ഈ ആമയെ ഒന്ന് വെച്ചു നോക്കൂ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കടങ്ങൾ തീർന്നു കിട്ടും എന്നുള്ളതാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടും. നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. വാസ്തു ടോർട്ടോയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകളിൽ ഇത് വാങ്ങിക്കാനായിട്ട് ലഭിക്കും. ഇത് വാങ്ങി വെക്കുന്നത് വഴി ധനം ആകർഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആമയുടെ സാന്നിധ്യമുള്ളയിടത്ത് ധൈര്യവും സ്ഥിരതയും ഉണ്ടാകും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിഴവ് പറ്റാതിരിക്കാനും ഇത് സഹായിക്കും. ഇനി അഞ്ചാമതായിട്ട് ഞാൻ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, സ്വർണ്ണ താമര. ഇത് യഥാർത്ഥ സ്വർണം കൊണ്ടുള്ള താമരയല്ല. സ്വർണ്ണ നിറത്തിലുള്ള ലോഹത്തിലോ മറ്റോ തീർത്ത കൃത്രിമമായിട്ടുള്ള താമരപ്പൂവ്. ഇത് വളരെ വില കുറഞ്ഞ ഒന്നാണ്. ഇത് എവിടെയാണ് വയ്ക്കേണ്ടത്? അതാണ് ഇതിന്റെ രഹസ്യം. നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഊൺമേശ, ആ മേശയുടെ ഒത്ത നടുക്കായിട്ട് വേണം ഈ സ്വർണ്ണ താമര വയ്ക്കാനായിട്ട്. ഡൈനിങ് ടേബിൾ എന്നത് കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്ന, അന്നം കഴിക്കുന്ന ഇടമാണ്. അവിടെ മഹാലക്ഷ്മിയുടെ പ്രതീകമായ താമര, അതും സ്വർണ്ണ നിറത്തിലിരിക്കുമ്പോൾ ആ വീട്ടിൽ ദാരിദ്ര്യം പടികടന്നു വരില്ല. എന്നും ആഹാരത്തിന് മുട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, ധനസമ്പാദനത്തിനുള്ള പുതിയ പുതിയ വഴികൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. ബിസിനസ്സിൽ തകർച്ച നേരിടുന്നവരാണെങ്കിൽ, ജോലിയിൽ തടസ്സങ്ങൾ ഉള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഊണുമേശയിൽ ഒരു സ്വർണ്ണത്താമര വളരെ നിസ്സാരമെന്ന് തോന്നാം, പക്ഷെ ഫലം വലുതാണ്. ഇനി അടുത്ത കാര്യം, ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വാസ്തുവല്ല, മറിച്ച് ചൈനീസ് വാസ്തുശാസ്ത്രമായിട്ടുള്ള ഫെങ്ഷുയി പ്രകാരമുള്ള ഒന്നാണ്. എന്നാൽ ഫലം തരുന്ന കാര്യത്തിൽ ഇതിന് ജാതിയോ മതമോ ദേശമോ ഇല്ല.
3 കാലുള്ള തവളയുടെ രൂപം. വായിൽ ഒരു നാണയം കടിച്ചു പിടിച്ചിരിക്കുന്ന, നാണയങ്ങളുടെ കൂമ്പാരത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു തവളയാണിത്. പണത്തെ ആകർഷിക്കാൻ ഇതിലും വലിയ ഒരു വസ്തു ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തെറ്റായ രീതിയിൽ വച്ചാൽ ഗുണം കിട്ടില്ല. ഇത് വയ്ക്കേണ്ടത് വീടിന്റെ പ്രധാന വാതിലിനടുത്തോ അല്ലെങ്കിൽ ഹാളിലോ ആണ്. പക്ഷെ ഇതിന്റെ മുഖം ഒരിക്കലും വാതിലിന് പുറത്തേക്ക് നോക്കിയിരിക്കരുത്. അത് പണം പുറത്തേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. മറിച്ച് പ്രധാന വാതിലിൽ നിന്നും അകത്തേക്ക്, അതായത് വീടിന്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വയ്ക്കാനായിട്ട്. പുറത്തു നിന്നും സമ്പത്തിനെ വീടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു എന്നാണ് ഇതിന്റെ സങ്കല്പം. വീടിന്റെ ദർശനം കിഴക്കോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ ഹാളിൽ വയ്ക്കാം. ഇത് ഒരു കാരണവശാലും തറയിൽ നേരിട്ട് വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പണപ്പെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇത് നോക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് 7ാമത്തെയും അവസാനത്തെയും കാര്യം എന്ന് പറയുന്നത് ഇതൊരൽപ്പം പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. വീടിന്റെ വടക്ക് കിഴക്കേ മൂല, അതായത് ഈശാനകോൺ, വാസ്തുപുരുഷന്റെ തല വരുന്ന സ്ഥലമാണിത്. ദൈവികമായിട്ടുള്ള ഊർജം ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സ്ഥാനം. ഈ ഭാഗത്ത് ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ ഉരുളിയിലോ വെള്ളം നിറച്ച് അതിൽ ഒരു താമര വളർത്തുക. താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലെ. മഹാലക്ഷ്മി പത്മപ്രിയയാണ്, താമരയിൽ വസിക്കുന്നവളാണ്. വീടിന്റെ ഈശാന കോണില് ഒരു താമര വിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം കളിയാടും. ഏത് വീട്ടിലാണോ വടക്ക് കിഴക്കേ മൂലയിൽ താമര പൂത്തു നിൽക്കുന്നത് ആ വീട്ടിൽ ഉയർച്ച മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അവിടുത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും, മാതാപിതാക്കൾക്ക് മനസ്സമാധാനം ലഭിക്കും, സമ്പത്ത് കുമിഞ്ഞുകൂടും. ഇതൊരു വലിയ സത്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, ഒരിക്കലും അന്ധവിശ്വാസമല്ല. അപ്പോൾ നിങ്ങൾക്കിതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും. ഈ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.